ഹജ്ജ് വോളണ്ടിയർമാർക്ക് ജിദ്ദ നവോദയ ആരോഗ്യ പരിചരണത്തിൽ പ്രത്യേക പരിശീലനം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകേണ്ട ജീവൻ രക്ഷാ സേവനങ്ങളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. മുഴുവൻ ഹജ്ജ് തീർത്ഥാടകരും കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്നതുവരെ ഇവരുടെ സേവനം പുണ്യഭൂമിയിലുണ്ടാകും. ആരോഗ്യ സേവന രംഗത്ത് പ്രത്യേക പരിശീലനം നേടിയ വളണ്ടിയർമാരെയാണ് ജിദ്ദ നവോദയ മക്കയിലേക്ക് അയക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുന്ന ദിവസം മുതൽ ഇവരുടെ സേവനം പുണ്യഭൂമിയിലുണ്ടാകും. ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കിയ വളണ്ടിയർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച രണ്ടാം ഘട്ട പരിശീലനത്തിൽ ആരോഗ്യ സേവനത്തിനായിരുന്നു പ്രധാനമായും ഊന്നൽ നൽകിയിരുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഹാജിമാർക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ഇന്ദു ചന്ദ്ര വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരുന്നു പരിശീലനം. ഹാജിമാർ തളർന്നു വീഴുക, ഹൃദയാഘാതം സംഭവിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഡോക്ടർ ഇന്ദു ചന്ദ്ര വിശദീകരിച്ചു. ആൾക്ക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് എത്താനായിട്ട് ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. ആ ഒരു 10 മിനിറ്റ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. കാരണം ഓരോ നിമിഷം കഴിയുന്നതോടും രക്തോട്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഹൃദയത്തിന്റെ പമ്പിംഗ് ആണ് നമ്മുടെ ഈ കൈ കൊണ്ട് നമ്മൾ എടുക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ ഷറഫു കാളിക്കാവും പരിശീലനം നൽകി. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വനിതകളും ഉൾപ്പെടെ കൂടുതൽ പേരെ ഇത്തവണ നവോദയ ഹജ്ജ് സേവനത്തിന് മക്കയിലേക്ക് അയക്കും. ഹാജിമാർ പുണ്യഭൂമിയിലെത്തിയത് മുതൽ തന്നെ നവോദയ വളണ്ടിയർമാർ മുഴുസമയവും സേവന രംഗത്തുണ്ട്. മക്ക ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അസീസിയയിൽ താമസിക്കുന്ന മലയാളി ഹാജിമാർക്ക് ദിവസവും കഞ്ഞി വിതരണവും ചെയ്തു വരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേക പരിശീലനവും ഭാഷാ പരിജ്ഞാനവുമുള്ള വളണ്ടിയർമാരെയും നവോദയ സേവനത്തിനിറക്കും. മീഡിയ 1 ജിദ്ദ.